തിരുവനന്തപുരം നെയ്യാറ്റിൻകര മേഖലയിൽ നിരവധി പേർക്ക് ഭക്ഷ്യവിഷബാധ. ചെമ്പല്ലി എന്ന് മീൻ കഴിച്ചവർക്കാണ് ഭക്ഷ്യ വിഷബാധ ഉണ്ടായിരിക്കുന്നത്. 35ഓളം പേരാണ് ഇതേ തുടർന്ന് നെയ്യാറ്റിൻകര താലൂക്ക് ആശുപത്രിയിൽ ചികിത്സ തേടിയിരിക്കുന്നത്. കാഞ്ഞിരംകുളം, ഊരമ്പ്, ചാമവിള, കുറുവാട് എന്നിവിടങ്ങളിലെ ചന്തകളിൽ നിന്നാണ് മീൻ വാങ്ങിയതെന്ന് ചികിത്സയിലുള്ളവർ പറഞ്ഞു. അരുൺ മോഹൻ ചേരുന്നുണ്ട് വിശദാംശങ്ങളുമായി. അരുൺ, എന്താണ് സംഭവിച്ചത്? ഹരി, അത് തന്നെയാണ് സംഭവം. കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ പറയുന്ന കാഞ്ഞിരംകുളം, ഊരമ്പ്, ചാമവിള തുടങ്ങിയ കുറുവോട് ചന്തകളിൽ നിന്നും വാങ്ങിയ ചെമ്പല്ലി വിഭാഗത്തിൽപ്പെട്ട മീൻ പാകം ചെയ്ത് കഴിച്ചതാണ് ഈ പ്രശ്നങ്ങൾക്ക് കാരണമെന്നാണ് പ്രാഥമിക വിവരം. ഇവിടെ കഴിച്ച ഏകദേശം 30 അല്ല, ഏകദേശം 50ഓളം പേർക്ക് ഈ പറയുന്ന ആരോഗ്യ ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെട്ടു. ഛർദിലും വയറിളക്കവുമായിരുന്നു പ്രധാന ലക്ഷണങ്ങൾ. തുടർന്ന് ഇവർ സമീപത്തെ പ്രാഥമിക ആശുപത്രികളിലും ഒപ്പം നെയ്യാറ്റിൻകര ജില്ലാ ആശുപത്രിയിലും ചിലരെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ഉൾപ്പെടെ പ്രവേശിച്ചു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇതിൽ കുട്ടികൾ ഉൾപ്പെടെയുള്ളവർ ഉണ്ട് എന്നുള്ളതാണ്. കാരണം ഇത് എന്താണ് ഇതിന്റെ പ്രാഥമിക വിഷയങ്ങളെന്ന് ഇനിയും പരിശോധിച്ചിരുന്നത്. എന്തായാലും ഇത് മീൻ കഴിച്ചതിന് ശേഷമാണ് ഈ ഒരു പ്രശ്നം ഉണ്ടായെന്നുള്ളതാണ് ഇപ്പോൾ ആരോഗ്യവൃത്തങ്ങൾ ഉൾപ്പെടെ പറയുന്നത്. ഈ ചികിത്സയിലുള്ള ആരുടെയും നില ഗുരുതരമല്ല. എല്ലാവരും ആരോഗ്യനില തരണം ചെയ്തു വരുന്നു എന്നുള്ളതാണ് നമുക്കിപ്പോൾ സംഭവിക്കാനുള്ളത്. ഹരി, അരുൺ, കൂടുതൽ വിശദാംശങ്ങൾ എന്തെങ്കിലും, പ്രത്യേകിച്ച് ഈ കുട്ടികളുടെ ആരോഗ്യ പ്രശ്നങ്ങൾ തുടർന്ന് അങ്ങനെ എന്തെങ്കിലും സാഹചര്യങ്ങൾ ഉണ്ടാകുന്നുണ്ടോ? ഇപ്പം ഈ ഗുരുതരമല്ല എന്ന് പറയുമ്പോൾ പോലും അവരുടെ സാഹചര്യം എന്താണ്? പലരും ഡിസ്ചാർജ് ആയിട്ടുണ്ടോ? ഇപ്പോഴും ചികിത്സയിൽ തുടരുകയാണ്? കുട്ടികൾ പലരും ഇപ്പോഴും ആശുപത്രികളിൽ ചികിത്സയിലാണ് എന്നുള്ളത് തന്നെയാണ് നമുക്ക് പങ്കുവയ്ക്കാനുള്ളത്. അതേസമയം ചില മുതിർന്ന ആൾക്കാർക്ക്, അതായത് കുറഞ്ഞ തോതിൽ ഈ മീൻ കഴിച്ചിട്ടുള്ളവർക്ക് വലിയ ആരോഗ്യ പ്രശ്നങ്ങളില്ല. എന്നാൽ കൂടുതൽ കഴിച്ചിട്ടുള്ളവർക്കാണ് അതിന്റെ ക്വാണ്ടിറ്റി അനുസരിച്ചുള്ള ബുദ്ധിമുട്ടുകളുണ്ട്. അവരെല്ലാവരും ചികിത്സയിലാണ്. ഇതിൽ പ്രായമായുള്ള ആൾക്കാരും ചികിത്സയിലുണ്ട്, ഐസിലുണ്ട്. എന്തായാലും ആരുടെയും നില ഗുരുതരമല്ല എന്നുള്ള ഒരു ആശ്വാസകരമായ ഒരു വാർത്ത നമുക്ക് പങ്കുവയ്ക്കാം. പക്ഷെ ഇപ്പോഴും പലർക്കും ഈ നേരിയ ബുദ്ധിമുട്ടുകൾ തുടരുകയാണ്. അത് തരണം ചെയ്തു വരുന്നു. കാരണം ഭക്ഷ്യവിഷബാധ ആയതിനാൽ അതിൽ നിന്ന് ഒരു മാറ്റം വരാൻ സമയമെടുക്കുമെന്നുള്ളതാണ് ഡോക്ടർമാർ ഉൾപ്പെടെ പറയുന്നത്. അരുൺ, ഇതിന്റെ അന്വേഷണം എങ്ങനെ നീളാനാണ് സാധ്യത? കാരണം പ്രത്യേകിച്ച് കാഞ്ഞിരംകുളം, ഊരമ്പ്, ചാമവിള, കുറുവാട് ഈ ചന്തകളിൽ നിന്നാണ് ഈ മീൻ വാങ്ങിയതെന്നാണല്ലോ മനസ്സിലാക്കുന്നത്. പ്രത്യേകിച്ച് ഈ നെയ്യാറ്റിൻകര താലൂക്കിൽ നിന്നാണല്ലോ ഈ 4 ഭാഗങ്ങളും ഉള്ളത്. അപ്പോൾ അവിടെ നിന്നുള്ള അന്വേഷണം എങ്ങനെ നീളാനാണ് സാധ്യത? അതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും വിശദാംശങ്ങൾ നമുക്ക് കഴിയുന്നത് വിവരമറിഞ്ഞ ഭക്ഷ്യസുരക്ഷാ വകുപ്പ് ഉൾപ്പെടെയുള്ള ആരോഗ്യ വിഭാഗത്തിന് അധികൃതർ ഉൾപ്പെടെ ഹെൽത്ത് വിഭാഗത്തിൽ ഉൾപ്പെടെയുള്ളവർ ഈ പറയുന്ന പരിശോധന ചന്തകൾ നടത്തിയിരുന്നു. നമുക്ക് നേരത്തെ സൂചിപ്പിക്കുന്നുള്ള ഈ അതിർത്തിയിൽ വരുന്ന മീനുകൾ പലതും അല്പം പഴക്കം ചെയ്ത മീനുകൾ വരുന്നു എന്നുള്ള ആരോപണം മുമ്പുമുണ്ട്. അതിന് ഈ പറയുന്ന വ്യക്തമായ ഒരു ലൈസൻസോ വ്യക്തമായ ഒരു ധാരണയില്ലാതെ ഒരു വിപണനമാണ് മീനിന്റെ ഭാഗത്ത് നിന്ന് നടക്കുന്നുള്ള ഒരു വ്യാപകമായ ഒരു ആക്ഷേപം നിലനിൽക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ഈ അടുത്തിടെ മാസങ്ങൾക്ക് മുമ്പ് ഈ പറയുന്ന ചിപ്പി പോലുള്ള ഹെൽത്ത് നിരവധി പേർക്ക് പ്രശ്നമുണ്ടായ ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അന്നും ഈ പറയുന്ന 10-20ഓളം പേര് നെയ്യാറ്റിൻകര ഉൾപ്പെടെയുള്ള വിവിധ ആശുപത്രികൾ, താലൂക്ക് ആശുപത്രികൾ ഉൾപ്പെടെ, ജില്ലാ ആശുപത്രികൾ ഉൾപ്പെടെയുള്ള വിവിധ ആശുപത്രികളിൽ ചികിത്സ നേടിയ സാഹചര്യവും നമുക്ക് നേരത്തെ നമ്മുടെ മുന്നിലുണ്ട്. അപ്പോഴൊക്കെ ഉണർന്ന് പ്രവർത്തിച്ചിരുന്നെങ്കിലും ഈ പറയുന്ന മീനുകൾ വരുന്നതിനെ കുറിച്ചുള്ള ഒരു കാര്യമായ ഒരു അന്വേഷണം നടക്കുന്നില്ല. കാരണം ഇത് പുലർച്ചെയാണ് ഈ പറയുന്ന മീനിന്റെ ഒരു വ്യാപാരം നടക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ പറയുന്ന ഉദ്യോഗസ്ഥരാരും യഥാസമയം മീനിന്റെ ഗുണനിലവാരം പരിശോധിക്കാൻ എത്തുന്നില്ല എന്നുള്ള ഒരു ആക്ഷേപമുണ്ട്. കാരണം പുലർച്ചെയാണ് ഈ പറയുന്ന വിവിധ സ്ഥലങ്ങളിൽ നിന്ന് മീനെത്തി ഈ പറയുന്ന ആൾക്കാർക്ക്, ചെറുകിട വ്യാപാരികൾക്ക് എത്തിക്കുന്നത് എന്നുള്ളതാണ്. അപ്പോൾ സ്വാഭാവികമായും പരിശോധന നടത്തുന്നത് ആ സമയത്ത് ഉദ്യോഗസ്ഥർ ഉണർന്ന് പ്രവർത്തിക്കുന്നില്ല എന്നുള്ള ആക്ഷേപമാണ്. ആ സമയത്ത് തന്നെ പുലർച്ചെ തന്നെ വീടുകളിലേക്ക് അവർ വിറ്റുപോകുന്നതിനാൽ ആ ഒരു കച്ചവടം നടക്കുന്നു. വൈകിട്ടിരിക്കുന്ന മീനുകൾ മാത്രമേ ഇവരെത്തുന്നുള്ളൂ, പരിശോധിക്കുന്നുള്ളൂ. അത് പിടിക്കുന്നു, അത് നഷ്ടപ്പെടുന്നു. എന്നാൽ ഒരു കാര്യമായ പരിശോധനയോ ഒരു ലൈസൻസ് സംവിധാനങ്ങളോ ഇല്ല എന്നുള്ളൊരു ആക്ഷേപം നിലനിൽക്കുന്നു. ശരി, അതാണ് മത്സ്യങ്ങളുടെ ഗുണനിലവാരം പരിശോധിക്കുന്ന ഉദ്യോഗസ്ഥർ കണ്ടുറന്ന് കാണേണ്ട സിറ്റുവേഷൻ കൂടിയാണ് ഇത്. 35 പേരാണ് ജനറൽ ആശുപത്രിയിൽ ഇപ്പോൾ നിലവിൽ ചികിത്സയിൽ തുടരുന്നത്. കുട്ടികൾ ഉൾപ്പെടെ ഉണ്ട്. എന്നാൽ ആരോഗ്യപരമായ പ്രശ്നങ്ങളില്ല എന്നുള്ളത് മനസ്സിലാക്കുന്നത് ആശ്വാസകരമായ കാര്യം തന്നെയാണ്. അരുൺ മോഹനാണ് വിശദാംശങ്ങൾ നൽകിയത്. നമ്മൾ തിരുവനന്തപുരത്ത് നിന്ന് നേരെ